തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചു. ഏപ്രിൽ മാസത്തെ സ്റ്റൈപ്പൻഡ് ലഭിച്ചതോടെയാണ് സമരം നിർത്തിയത്. OP വാർഡ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ബഹിഷ്കരിച്ചായിരുന്നു സമരം. ഗോകുൽനാഥുണ്ട് വിശദാംശങ്ങളുമായി. ഗോകുൽ, സ്റ്റൈപ്പൻഡ് ലഭിച്ചതോടെ പ്രവർത്തനങ്ങൾ വീണ്ടും പുനരാരംഭിക്കുമല്ലേ? റിജിത്ത്, കീർത്തന, തീർച്ചയായും സ്റ്റൈപ്പൻഡ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും അനിശ്ചിതകാല സമരത്തിൽ നിന്ന് PG ഡോക്ടർമാർ വിട്ടുനിൽക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി പലവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് PG ഡോക്ടർമാർ മുൻപും സമരത്തിനായി വരികയും ചെയ്തതാണ്. 60 മണിക്കൂർ ഡ്യൂട്ടിയാണ് ഇപ്പോൾ നിലവിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഡ്യൂട്ടിയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഓഫ് ഇല്ലാത്ത അവസ്ഥ കൂടിയുണ്ട്. നാഷണൽ മെഡിക്കൽ കൗൺസിൽ പറയുന്നത് ഒരാഴ്ച 60 മണിക്കൂർ ഡ്യൂട്ടിയും ഒരു ദിവസം ഓഫും എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും അത് പ്രാവർത്തികമായി വരാറില്ല എന്നുള്ളതാണ്. പലപ്പോഴും 13-14 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് സ്റ്റൈപ്പൻഡ് പോലും മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും തുടർന്ന് അനിശ്ചിതകാല സമരവുമായി സംസ്ഥാനത്താകമാനമുള്ള മെഡിക്കൽ കോളേജുകളിലെ PG ഡോക്ടർമാർ സമരവുമായി രംഗത്തിറങ്ങുകയും OP അടക്കം ബഹിഷ്കരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും സമാന സമരവുമായിട്ട് PG മെഡിക്കൽ ഡോക്ടർമാർ രംഗത്ത് എത്തുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ഈ ഏപ്രിൽ മാസത്തെ സ്റ്റൈപ്പൻഡ് കിട്ടിയതോടുകൂടിയാണ് ഇപ്പോൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറുന്നത്. കഴിഞ്ഞ കുറേയേറെ മാസങ്ങൾക്ക് മുൻപ് സ്റ്റൈപ്പൻഡുമായി ബന്ധപ്പെട്ട ഒരു സമര പരിപാടി തന്നെ ഈ ഡോക്ടർമാർ നടത്തിയിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജ് ഇടപെട്ടുകൊണ്ട് സ്റ്റൈപ്പൻഡ് ഉയർത്താം എന്നുള്ള ഒരു വാഗ്ദാനം അവർക്ക് നൽകിയിരുന്നു. പക്ഷേ അത് പാലിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അതിനുശേഷം പിന്നീടുള്ള മാസങ്ങളിൽ സ്റ്റൈപ്പൻഡ് മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതേ തുടർന്നാണ് വീണ്ടും സമരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. സംസ്ഥാന സർക്കാർ അന്ന് അറിയിച്ചത് സംസ്ഥാനത്തിന് അപ്പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് തമിഴ്നാട് അടക്കമുള്ളിടത്ത് ഈ PG ഡോക്ടർമാരുടെ സ്റ്റൈപ്പൻഡ് വളരെ കുറവാണ്. സംസ്ഥാനത്താണ് അത് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഉയർത്തേണ്ട എന്നുള്ളൊരു വാദം കൂടി നിലവിൽ അങ്ങനെ വരികയും ഒക്കെ ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ സ്റ്റൈപ്പൻഡ് മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ സമരം മുൻപോട്ട് പോവുകയും തുടർന്ന് ഇന്ന് വൈകിട്ടോടുകൂടി ഈ സമരം പിൻവലിക്കുന്നതായി PG ഡോക്ടർമാരുടെ അസോസിയേഷൻ അറിയിക്കുകയും ചെയ്തു. എന്തായാലും മെഡിക്കൽ കൗൺസിൽ നിഷ്കർഷിച്ചിരിക്കുന്ന സമയത്തിനപ്പുറത്തേക്കുള്ള സമയം ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. 60 മണിക്കൂർ ജോലി അതിനപ്പുറത്തേക്ക് ചെയ്യേണ്ടതായി വരുന്നു. മെഡിക്കൽ കൗൺസിൽ നിഷ്കർഷിച്ച സമയത്തിനും അപ്പുറത്തേക്ക് ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓഫില്ലാത്ത അവസ്ഥ, അങ്ങനെ പലവിധ വിഷയങ്ങൾക്കിടയിലാണ് ഇപ്പോൾ സ്റ്റൈപ്പൻഡ് മുടങ്ങുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഈ ഏപ്രിൽ മാസത്തെ സ്റ്റൈപ്പൻഡാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ മാസം 12 പിന്നിടുമ്പോഴാണ് കഴിഞ്ഞ മാസത്തെ സ്റ്റൈപ്പൻഡ് കിട്ടുമെന്നുള്ള ഒരു കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും ഈ പ്രശ്നം പരിഹരിച്ച് മുൻപോട്ട് പോയില്ല, കൃത്യസമയത്ത് സ്റ്റൈപ്പൻഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും സമരപരിപാടികളായി ഇറങ്ങുമെന്നുള്ള കാര്യവും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ ഈ അനിശ്ചിതകാല സമരത്തിൽ നിന്ന് അവർ പിന്മാറിയിരിക്കുകയാണ്. ശരി, ഏപ്രിൽ മാസത്തെ സ്റ്റൈപ്പൻഡ് കൂടി ലഭിച്ചതോടെയാണ് ഇപ്പോൾ PG ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. ബഹിഷ്കരിച്ച സേവനങ്ങളുടൻ പുനരാരംഭിക്കും. ഒപ്പം അടുത്ത മാസവും ഇതുപോലെ സ്റ്റൈപ്പൻഡ് ലഭിച്ചില്ലെങ്കിൽ സമരത്തിലേക്ക് കടക്കുമെന്നുള്ള മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്. ഗോകുൽനാഥാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.